الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ നാം വിചാരണയ്ക്ക് വിധേയമാകും എന്ന വിശ്വാസത്തോടുകൂടെ ഓർമ്മയോടുകൂടെ ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ നിസ്സഹായരായ മാതാപിതാക്കൾ പലപ്പോഴും അത്തരം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് അവിടെ കുട്ടിയെക്കുറിച്ചുള്ള, കൗമാരപ്രായത്തിൽ നിൽക്കുന്ന മകനെക്കുറിച്ചുള്ള നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ത്രീ അല്ലെങ്കിൽ ആ രക്ഷിതാവ് അനുഭവിക്കുന്ന മാനസിക പ്രയാസവും ദുഃഖവും വിഷമമൊക്കെ കാണുമ്പോൾ ആലോചിച്ചു പോയി, അതെങ്ങനെ ആ കുട്ടി കാണുകയാണെങ്കിൽ, ഏതൊരു കുട്ടിയെക്കുറിച്ചാണോ ആ രക്ഷിതാവ് പറയണത്, ആ സങ്കടമെല്ലാം ആ കുട്ടി കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയുടെ മനംമാറ്റത്തിന് ആ കണ്ണീര് മാത്രം മതിയാകുമെന്ന് വിചാരിച്ചു. അത്രമാത്രം നിസ്സഹായരാണ് ജീവിതത്തിൽ മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും രക്ഷിതാക്കൾ എന്നതാണ് ഒരു വസ്തുത. ഒരുപക്ഷെ ഈ നിസ്സഹായാവസ്ഥയ്ക്ക് പിന്നിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ടോ? അങ്ങനെ ഒരു ആത്മപരിശോധന യഥാർത്ഥത്തിൽ ആവശ്യമാണല്ലോ. ആ കുട്ടി ഈ ലോകത്തെക്കുറിച്ചൊന്നും അറിയാത്ത, ഒരു വിവരവുമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകളിലാണ് ആദ്യമായി എത്തിപ്പെട്ടത്. ആദ്യത്തെ തുടക്കം എല്ലാറ്റിൻ്റെതും നമ്മളാണ്. അതിൽ നമുക്ക് പിഴവ് പറ്റിയോ? നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് നമുക്കെന്തെങ്കിലും പിഴവ് പറ്റിയോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നൊരു വലിയ അമാനത്താണ്. വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ. വലിയൊരു അമാനത്താണ്. നമ്മൾക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. നമ്മൾ ശമ്പളം വാങ്ങിയ ജോലിയെക്കുറിച്ച് നമ്മളോട് ചോദിക്കും, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് നമ്മോട് ചോദിക്കും, പലതിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ മക്കളെക്കുറിച്ച് എന്തായാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ചോദ്യത്തിന് നമ്മൾ എല്ലാവരും വിധേയമാകേണ്ടതുണ്ട്. അത് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരോടും ചോദിക്കും, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊൽ മൻ റഅയ്യതിഹി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും അവനവൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ആരെക്കുറിച്ചാണ് അവരെക്കുറിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് വല്ല അമീറുല്ലദി അലന്നാസ് റായിൻ,
ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരി, അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് അയാളുടെ പ്രജകളെക്കുറിച്ച്. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, ഒരു മനുഷ്യൻ അയാൾക്ക് അയാളുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തമുണ്ട്. വഹു മസ്ഊലുൻ അൻഹും, അവരെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കും. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വവലദി, മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒരു പെണ്ണിനോട് ചോദിക്കും. ഇതൊക്കെ പരലോകത്ത് അള്ളാഹു പ്രത്യേകം വിചാരണ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഓരോ കുട്ടിയിലും ആ രക്ഷിതാവ് നിഴലിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമ്മുടെ കുട്ടികളിൽ നമ്മളുണ്ട്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ആ മുഖച്ഛായയിലുള്ളതുപോലെയല്ല, സംസ്കാരത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മളുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഒരു കുട്ടിയും നന്നായതും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പെരുമാറ്റം മോശമായതിൻ്റെ പിന്നിലും ഒരു ചെറിയ പങ്ക് മാതാപിതാക്കൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കുട്ടി നന്നായി വന്നാൽ നമ്മൾ പറയും അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൂടെ നിന്നതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ, നമ്മുടെ ശ്രദ്ധക്കുറവാണ് കുട്ടിയിൽ വന്ന തകരാറുകൾ എന്നും ഭാഗികമായി നമുക്കെങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നത്. അതായത് കുട്ടിയുടെ ആദ്യത്തെ പഠനങ്ങളൊക്കെ നമ്മളെന്നാണ്. കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ കുട്ടിക്ക് പിന്നെ നമ്മളായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഒരു ഫോണും സൗകര്യങ്ങളും സമൂഹവും അവൻ്റെ സഹപാഠികളും കൂട്ടുകാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് അവൻ നോക്കുന്നില്ല. പിന്നെ അവന് സ്വീകരിക്കുന്ന എല്ലാ മര്യാദകളും സംസ്കാരങ്ങളും മതമൊക്കെ മറ്റുള്ളവരിൽ നിന്നാണ്. അതാണ് അതിൻ്റെ മുമ്പ്, പുറത്തുനിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് അവൻ ആരാവണമെന്ന് നിർണ്ണയിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെറിയ കുട്ടികളോട് സ്നേഹത്തോടുകൂടെ അവരെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ഏറ്റവും വലിയ. കുട്ടികൾ തെറ്റു ചെയ്യുന്നില്ല, നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം അതാണ്. ചെറിയൊരു കുട്ടി തെറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പറയണത്. അവനെ അടിക്കാനും അവനെ ശാസിക്കാനും ഒക്കെ അവനെന്തോ ഗുരുതരമായ തെറ്റ് ചെയ്യും. കുട്ടികൾ തെറ്റ് ചെയ്യുന്നില്ല എന്നാണ്. കാരണം അള്ളാഹിൻ്റെ റസൂലിനെ പറഞ്ഞ് റുഫിഅൽ കലമു അൻ തലാത്ത, 3 ആളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടതാണ്. അവരെന്ത് ചെയ്യുമ്പോഴും പടച്ചോൻ അതൊന്നും പരലോകത്തേക്ക് വേണ്ടി റെക്കോർഡാക്കൂല എന്നാണ്. ഒന്ന് അനിന്നഇമിയസ്തൈഖ്, ഉറങ്ങണവൻ ഉറക്കത്തിൽ എന്തിനും വിളിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടാത്തവരാണെങ്കിൽ പോലും കുറ്റക്കാരനാവും. അവ ഉറങ്ങില്ലേ, അവന് ഉത്തരവാദിത്തമില്ല. പിന്നെ അനിസ്സഗീരിഹത്തായക്ബോ, ഒരു കുട്ടി അവൻ വലുതാകുന്നത് വരെ. അപ്പോൾ ഒരു കുട്ടി ചുമരുമ വരച്ചാൽ അവൻ തെറ്റല്ല ചെയ്തത്. അവൻ നല്ലൊരു പേന കിട്ടിയപ്പോൾ, കളർ കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സിലെ ഒരു കളി, ഒരു തമാശ, ഒരു കല അവിടെ വിരിഞ്ഞു. മനസ്സിലായി? ആരോ ഒരാൾ ചുമരുമത്തെ ചിത്രം കണ്ടപ്പോൾ ആ ചിത്രം ആര് വരച്ചു, ഇവനൊരു സമ്മാനം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് പുസ്തകവും ഒരു കളർ പെൻസിലും വാങ്ങിക്കൊടുത്തു എന്നാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ തെറ്റ് ചെയ്യുന്നില്ല. ഈ കുട്ടികളെയാണ് നമ്മൾ ചീത്ത പറയുന്നത്, നമ്മൾ അടിക്കുന്നത്. അങ്ങനെ ചെറുപ്രായത്തിലുള്ള സ്നേഹക്കുറവും ശിക്ഷയും കൊണ്ട് ആ കുട്ടികളുടെ മനസ്സുകൾ തകർന്നുപോയി. അവർക്ക് നമ്മളുമായി ബന്ധമില്ലാതായി. പിന്നെ ഒരു നാളിൽ ഒരു സന്ദർഭത്തിൽ നമ്മളവരെ കൂട്ടിപ്പിടിക്കണമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ചെറിയ സമയത്ത് ഒരു 5-6-7 വയസ്സ് വരെയൊക്കെ ഒരു 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 നിയന്ത്രണവുമില്ലാത്ത സ്നേഹം അത് മക്കളുമായി ഉണ്ടാക്കിയെടുത്താൽ ആ സ്നേഹത്തിൻ്റെ ശക്തിയിൽ ഏതു കാലത്തും, ഒരു പക്ഷെ അവൻ 50-60 വയസ്സായിട്ട് നമ്മൾ മരിക്കണമെന്നുണ്ടെങ്കിലും ആ ചെറിയ പ്രായത്തിലെ സ്നേഹം ആ പ്രായത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. സ്നേഹം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു സമയമാണ്. കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയാൽ അത് പൊട്ടിക്കണമെന്ന് അവൻ വിചാരിക്കാത്തത് കൊണ്ട് തന്നെ അവൻ തെറ്റുകാരനല്ല. അവൻ പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് വീണ് അതിൻ്റെ സ്ക്രീന് പൊട്ടിയാൽ അവൻ പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ കുറ്റക്കാരനല്ല എന്നുള്ളത്. അതുകൊണ്ട് കുട്ടികളെ അനാവശ്യമായി ചീത്ത പറഞ്ഞും അവരെ ശാസിച്ചും അവരെ മാനസികമായി പ്രയാസപ്പെടുത്തിയും അകലം സൃഷ്ടിക്കാതിരിക്കുക, അവരുടെ മനസ്സുകളെ കരിച്ചു കളയാതിരിക്കുക, സ്നേഹത്തോടെ ബന്ധപ്പെട്ടു പോകാൻ നമുക്ക് എന്ത് ചെയ്യണം? നോക്ക്, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പെരുമാറിയത്. നബി അങ്ങനെയാണ് പെരുമാറിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിന്ന അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം നബിൻ്റെ കൂടെ മദീനത്ത് നബിക്ക് സേവകനായി. 10ാമത്തെ വയസ്സ് മുതൽ 10 കൊല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സേവനം ചെയ്ത ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതാണ് ഒരാൾ സ്വീകരിക്കേണ്ട മാർഗം. അത്ര കാലം ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ കാലലി ഷൈഇൻ സ്വനഅതുഹു ലിമ സ്വനഅതഹു, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എന്തിനെ അത് ചെയ്തു, ഇഷ്ടമില്ലാത്തത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ചോദ്യം, എന്തിനാ ചെയ്തത്, എന്താ നീ ചെയ്തത്? അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്തഹു, ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നപ്പോൾ നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും ചോദിച്ചില്ല. സേവനം ചെയ്യാൻ നിൽക്കുന്ന ഒരാളോട് 24 മണിക്കൂറും കൂടുതലുള്ള ആളോട് നീ എന്തിനാടാ അത് ചെയ്തത്, നീ എന്തുകൊണ്ട് ചെയ്തില്ല
എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അത് എത്രയാണ് ആ ഉത്കൃഷ്ട സ്വഭാവം. അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ പ്രവാചകനായിരുന്നു എന്നാണ്. തെറ്റ് തിരുത്താ സുഹൃത്തുക്കളെ, നമ്മളെല്ലാം തിരുത്തേണ്ടത്. തിരുത്തണമെങ്കിൽ അതിൽ അവൻ ചെയ്തത് എന്താണെന്ന് അവന് പറയാൻ അവസരം കൊടുക്കണം. അൽ ഇസ്തിമാ, മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അവൻ വിചാരിക്കാത്തത് ആരോപിച്ചുകൊണ്ടാണ് നമ്മൾ ശിക്ഷിച്ചത് അല്ല, അവൻ പറയട്ടെ എന്താണ് അവൻ ചെയ്തതെന്ന്. അത് വിദ്യാർത്ഥിയാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ഒക്കെ കേൾക്കട്ടെ. അത്തൗലിഹ്, അതൊന്ന് വിശദീകരിച്ച് പറയാൻ, അതിൻ്റെ വസ്തുത പറയാൻ എന്ത് ചെയ്യണം, അവസരങ്ങൾ കൊടുക്കണം എന്നാണ്. എന്നിട്ട് പിന്നെ തൗജീഹ്, എന്നിട്ട് എന്താണ്, അതിന് കുറ്റപ്പെടുത്തല്ല ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന ശരിയായ മാർഗദർശനം അവർക്ക് കൊടുക്കാൻ പറ്റണം. മറ്റൊന്ന് തസ്ജിയ, എന്തൊരു നല്ല കാര്യം ചെയ്താലും അതിനാദ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. നല്ലതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രം ഒരു കുട്ടിയിൽ നന്മയുണ്ടാക്കാമെന്നാണ് പറയുന്നത്. നല്ലതിനെ പ്രശംസിച്ചുകൊണ്ട് മാത്രം ഒരാളിൽ നന്മയുണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. പിന്നെ എല്ലാം അനുകരണമാണ്, എല്ലാം അനുകരണമാണ്. മനസ്സിലായി? ഭക്ഷണത്തിനിരുന്നപ്പോൾ എന്നും നിങ്ങളുടെ ചുണ്ട് അനങ്ങിയിട്ടുണ്ടെങ്കിൽ, ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അത് ചൊല്ലാതിരിക്കില്ല. അത് കുതുവത്താണ്. നല്ല മാതൃകകൾ ബോധപൂർവം മക്കൾ നോക്കിയിരിക്കുന്നെന്ന ബോധത്തോടുകൂടെ ക്ഷമ വേണം സുഹൃത്തുക്കൾ. നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കുട്ടികളെ മേലെ തീർക്കലുണ്ടല്ലോ, അത് നമ്മുടെ മക്കളുമായുള്ള ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടുണ്ട്. എങ്ങനെ നബി തിരുത്തിയത്? ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണത്തളികയുടെ നാനാഭാഗത്തും കൈകൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നുണ്ട്. എങ്ങനെ തിരുത്തി കൊടുക്കുന്നത്? ആ കയ്യുമ്മ മെല്ലെ പിടിച്ചു. എന്നിട്ട് യാ ഗുലാം, മോനെ, സെമ്മില്ല, 3 കാര്യം പഠിപ്പിച്ചു. ഒന്ന് ബിസ്മി ചെല്ല്, വക്കുൽ ബിയമീനിക്ക, വലത് കൈ കൊണ്ട് തിന്ന്, വക്കുൽ മിമ്മാ യലീക്ക, നിന്റെ മുമ്പ് നിന്ന്. എല്ലാവരും പാടെ തിന്നുമ്പോൾ എല്ലായിടത്തും പ്ലേറ്റിൽ കൈയെത്താൻ പറ്റൂല. നിന്റെ മുൻഭാഗത്ത് നിന്ന് 3 കാര്യം ഒരേ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചെറുപ്പത്തിൽ എല്ലാ പണിയും കഴിയണം സുഹൃത്തുക്കൾ. കുറച്ച് വലുതായാലേ പിന്നെ നമ്മളെ നിയന്ത്രണം, നമ്മളെ കൺട്രോളിൽ 100% കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യണം. ഇമാം ഷാഫി റഹ്മത്തുള്ള 7-ാം വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. മാത്രമല്ല അദ്ദേഹം കർമ്മശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത് 10-ാമത്തെ വയസ്സിലാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ള ഖുർആൻ പഠിച്ചത് 10-ാമത്തെ വയസ്സിലാണ്. പിന്നെ തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഹദീത്ത് പഠനം അദ്ദേഹം ആരംഭിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ള 8-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. നമ്മളൊക്കെ ഈ 8 വയസ്സിൻ്റെയും 9 വയസ്സിൻ്റെയും 7 വയസ്സിൻ്റെയൊക്കെ സമയത്ത് കുട്ടികളെ നമ്മളെ ഉണ്ടല്ലോ സുഹൃത്തുക്കൾ. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വിശാലം. അത്ര ടൈം ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടൂല. ഓരോ വയസ്സ് ചെല്ലും തോറും അവർക്ക് പണി കൂടുകയാണ്. അപ്പം ആ ചെറുപ്രായത്തിൽ മറ്റൊന്നും ചിന്തിക്കാത്ത സമയത്ത് നമുക്ക് അവരെ ദീനിൽ മാത്രം നല്ല സംസ്കാരത്തോടെ വളർത്താനും ഖുർആൻ അറിയുന്നവരാക്കി തീർക്കാനൊക്കെ പറ്റും. ആ സമയം പാഴാക്കി കളഞ്ഞത് അവരല്ല, നമ്മളല്ലേ. അവർക്കങ്ങനെ സമയം പാഴാക്കേണ്ടെന്നുള്ള വിവരമുണ്ടോ അവർക്ക് ഇത്രയും അധികം സമയം അവർക്ക് ജീവിതത്തിൽ ഉണ്ടെന്ന് അവർക്കറിയൂ. 3 വയസ്സിൽ ഖുർആൻ കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് അവർക്കറിയൂ. അവർക്ക് അറിയില്ലല്ലോ, നമുക്കല്ലേ അതറിയാം. അപ്പോൾ നമ്മളുടെ അശ്രദ്ധയായിരിക്കണം അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ. പിന്നെ നമ്മുടെ മക്കളായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അവിടെ വാപ്പിയും. നമ്മൾ അവർക്ക് നേരം കൊടുക്കണം, സമയം അവർക്ക് കൊടുക്കണം. മക്കൾക്ക് സമയം കൊടുക്കുക എന്നത് തന്നെയാണ് മക്കളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പം ഉമ്മ പറയണം, എന്താ ഞാൻ എന്തിനാണ്, എല്ലാവരും ഭക്ഷണം കിട്ടണില്ലേ, ഉറങ്ങണില്ലേ, എല്ലാം പരിപാടിയും അരക്കി കൊടുക്കണില്ലേ? അതിനല്ല ഉമ്മ എന്ന് പറഞ്ഞത്. ഉമ്മ ഒരു സാന്നിധ്യമാണ്, എപ്പോഴും കൂടെ ഉണ്ടാവേണ്ട സാന്നിധ്യം. ഇറക്കി വെക്കാതെ വയറിൽ 9 മാസം കൊണ്ടു നടന്നില്ലേ? 2 മാസം തൻ്റെ ഭക്ഷണം മാത്രം ആശ്രയിച്ച ആ കുട്ടി ഉണ്ടായില്ലേ? അതേ നില തുടരണം. 2 കൊല്ലം കഴിഞ്ഞാലും കയ്യിൽ നിന്ന് വെക്കാതെ മുല കൊടുത്ത നില തുടരണം. കൂടെ ഉണ്ടാവുക എന്നില്ല. ആ കൂടെയുള്ള സ്നേഹത്തോടുകൂടെ കുട്ടിൻ്റെ കൂടെ നിൽക്കുക. വാപ്പക്കും പണിയുണ്ട് സുഹൃത്തുക്കൾ. മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാതിരിക്കുന്ന പിതാക്കന്മാരും. ഞാനവിടെ പൈസ ഉണ്ടായി കൊടുത്ത് സാധനം വാങ്ങിക്കൊടുത്താൽ, അരി വാങ്ങിക്കൊടുത്താൽ എൻ്റെ ജോലി കഴിഞ്ഞു. കൂടെ നിൽക്കും. അവിടെ എല്ലാ സ്വഭാവവും സംസ്കാരവും ദീനും ഒക്കെ മാറുന്നതിൽ വാപ്പക്ക് പങ്കുണ്ട്. അതല്ലേ ലുക്മാൻ. ഇത് ലുക്മാൻ ലിബ്നിഹി വഹുവ യഇദു. വാപ്പ മകനെ ഉപദേശിച്ചതിൻ്റെ ഒരു അധ്യായം തന്നെ ഖുർആൻ വെച്ചത് എന്തിനാണ്? എല്ലാ നല്ല അറിവുകളും
കൊടുക്കേണ്ടതിൻ്റെ ചുമതല പിതാവിനാണ്. എല്ലാ നല്ല അറിവുകളും കൊടുക്കേണ്ട, ആ അറിവ് കൊടുക്കാൻ നമുക്കെവിടെ നേരം? നമ്മൾ അവരൊപ്പം വേണം സുഹൃത്ത്. നമുക്ക് കൊടുക്കാണ്ട് ഉസ്താദന്മാർക്കും മദ്രസിലെ അധ്യാപകന്മാർക്കും മാഷന്മാർക്കും ഒക്കെ കൊടുക്കാൻ കുറേ ഉണ്ടെങ്കിൽ വാപ്പക്ക് ചിലത് ബോധപൂർവ്വം അതിനുവേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും, നമ്മൾ അറിയേണ്ടി വരും. അത് മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ്. ഉമ്മയും വാപ്പയും സമയം കൊടുത്ത് മക്കളെ കൂടെ നിന്നില്ലെന്നതാണോ മക്കൾ പിഴക്കാൻ കാരണം എന്ന് ആലോചിക്കണം. മനസ്സിലായി? കുട്ടികൾ ആഗ്രഹിച്ചത് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കഴിവനുസരിച്ച് ആഗ്രഹങ്ങളെ നമ്മൾ നിർണയിക്കണം. അവരെന്താഗ്രഹിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആഗ്രഹിക്കും. കുട്ടി മൊബൈൽ ചോദിച്ചു എന്നാണ്, വാങ്ങിത്തരൂല എന്ന് പറഞ്ഞു. അപ്പം അവൻ സ്വന്തം ജോലിക്ക് പോയി, നല്ല ഉന്നത കുടുംബത്തിൽ ജോലിക്ക് പോയിട്ട് മൊബൈൽ വാങ്ങി. അപ്പോഴുള്ള പ്രശ്നം എന്താണെങ്കിൽ അവൻ വാങ്ങിയ മൊബൈലിൽ നിയന്ത്രണം പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഞാൻ വാങ്ങിയ മൊബൈലാണ്. അപ്പം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലോ വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ നിയന്ത്രണങ്ങൾ വെച്ച് വാങ്ങിക്കൊടുക്കാമായിരുന്നു. അവൻ വാങ്ങുമ്പോൾ അത് അവൻ്റെ ഇഷ്ടത്തിന് അവൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്താൻ ഒരുപക്ഷെ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. ആഗ്രഹിച്ച കാര്യങ്ങളെ വ്യവസ്ഥകളോടുകൂടി അവൻ്റെ നല്ല ഭാവിക്ക് ഉപയോഗപ്പെടുത്തക്ക വിധത്തിൽ അവനെ നിയന്ത്രിക്കാൻ നമുക്ക് വേണം. മാത്രമല്ല സുഹൃത്തിൽ, അടിസ്ഥാനമായ അറിവുകൾ നമ്മൾ തന്നെ കൊടുക്കണം. ഉന്നത വിദ്യാഭ്യാസവും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി പഠിക്കാൻ അവസരമൊക്കെ നൽകുമ്പോഴും നമ്മുടെ അടിസ്ഥാന വിവരം വേണം. ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ച് ഇന്നലെ ഞാൻ കേട്ടതാണ്, വലിയ ചിന്തകനും രചയിതാവൊക്കെ പെട്ട ആളെ എഴുതാണ്, ഇസ്ലാമിലൊക്കെ എന്നോ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്, എത്രയോ പഴഞ്ചനാണ്. എന്നിട്ട് 2 ഉദാഹരണം പറഞ്ഞ അന്തരങ്ങളയാൾ. ഒന്ന് ബഹുഭാര്യത്താണ്. സുഹൃത്തുക്കളെ, ഒരാൾ വിവാഹം കഴിച്ചിട്ട് അയാൾക്ക് ഇനി ഒരു സ്ത്രീയും കൂടെ ഉണ്ടായേ പറ്റൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ വ്യഭിചരിക്കാൻ പറ്റൂല, അതിനെ എറിഞ്ഞു കൊല്ലണം എന്നാണ്. അവനൊരു അനുവാദം കൊടുത്തതാണ് ഈ ബഹുഭാര്യത്വം. അയാൾക്ക് വേണമെങ്കിൽ ഒരു ഭാര്യയെ സ്വീകരിക്കാം ഹലാലായിട്ട്, അത്രേ പറഞ്ഞുള്ളൂ. അതിനൊരു പുണ്യമോ പ്രോത്സാഹനമോ ഒന്നും പറഞ്ഞതായിട്ട് അധികം കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അത് തികച്ചും പ്രകൃതിപരല്ലേ. അതിലൊക്കെ എന്താ എഡിറ്റിങ്ങിൻ്റെ ആവശ്യം? പിന്നെ അയാൾ പറഞ്ഞ സ്ത്രീകൾക്കുള്ള അനന്തരാവകാശം പകുതിയാണെന്ന്. സ്ത്രീകൾക്കുള്ള അനന്തരാവകാശം പകുതി. അതിന് അതേ ഖുർആനിൽ ചെലവാക്കാനുള്ള ഉത്തരവാദിത്വം റിജാലു കവ്വാം, പുരുഷനാണ്. പുരുഷൻ എല്ലാ സ്ത്രീകളുടെയും സംരക്ഷണ ഉത്തരവാദിത്വം കൊടുത്തും കൊണ്ടാണ് പുരുഷന് അധിക സ്വത്ത് കൊടുത്തത്. ഒരു സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയ സ്വത്ത് അവിടെ അങ്ങനെ വെറുതെ കിടക്കണത്, അവർക്ക് കിട്ടിയ ശമ്പളം വെറുതെ കിടക്കണത്. അവിടെ എല്ലാം പുരുഷനാണ്. ഇതിലൊക്കെ എന്താ എഡിറ്റിംഗ് ആവശ്യമുള്ളത്? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് മതി ആശയക്കുഴപ്പമുണ്ടാക്കാൻ. എന്താണ് ഖുർആൻ അള്ളാൻ്റെതാണെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ ഖുർആന് സംശയം ഉണ്ടാവില്ല. വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹിനേക്കാളും സത്യം പറയുന്ന ആരെങ്കിലും ഉണ്ട്? അള്ള പറഞ്ഞ സത്യങ്ങളെ എഡിറ്റ് ചെയ്യണം, അത് പറയാനുള്ള ധൈര്യം എത്രയാണ്? അള്ളാൻ്റെതാണ് ഖുർആൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആർക്കാണ് സുഹൃത്തുക്കളെ എഡിറ്റ് ചെയ്യാൻ പറ്റുക? വമൻ അസ്തഖു മിനല്ലാഹി ഹദീസ, അള്ളാഹിനേക്കാളും നല്ലായി വർത്താനം പറയുന്ന ആരാണെന്നാണ്. ആഫ ഹുക്കുമുൽ ജാഹിലിയത്തി യബ്ഗൂൻ, അജ്ഞാതകാലത്തെ വിധികളാണോ അവരാഗ്രഹിക്കുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്കുമൻ ലിഖൗമി, അള്ളാഹുവിനേക്കാളും നല്ല ഹുക്കുമ് പറയാൻ ആർക്കാ പറ്റുകയാണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് ഒരു അടിസ്ഥാന ബോധം ഉണ്ടെങ്കിൽ ചെറിയ വസ്വാസുകളൊന്നും അവരെ സ്വാധീനിക്കില്ല. അതൊക്കെ നമ്മളെ കുട്ടിക്ക് ചെറുപ്പത്തിൽ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല കുട്ടി വെല്ലുവിളിയാകുക, ഈ മുസ്ലിം സമുദായത്തിനും വെല്ലുവിളിയാവും. നമ്മുടെ കുട്ടികളായിരിക്കും ഒരു പക്ഷേ മതനിഷേധത്തിൻ്റെ മുന്നിൽ. അത് വരാതിരിക്കണമെങ്കിൽ അടിസ്ഥാന ബോധം, എന്തെങ്കിലുമൊക്കെ വസ്വാസ് കേട്ടാൽ അത് മനസ്സിൽ സ്വാധീനിക്കാത്ത അടിസ്ഥാന അറിവുകൾ അവർക്ക് കൊടുക്കണം. ജോലിയും ഉത്തരവാദിത്തങ്ങളൊക്കെ കുട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു പണി കയറ്റാൻ പറ്റണമെങ്കിൽ ആ പണിയിൽ കൂടി പോയിക്കോളും സുഹൃത്തുക്കൾ. ഞാൻ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സേവകനായി വരുന്നത് 10ാമത്തെ വയസ്സിലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തഅമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ഇബ്നു സയ്യിദ് അൽ ജയ്ഷ് അല്ലദീ സാറ ഇലാ മുഅത്തയിലേക്ക് പോകുന്ന സൈന്യത്തിന് നായകനായിക്കൊണ്ട് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നബി നിശ്ചയിക്കുന്ന 18ാമത്തെ വയസ്സിലാണ്. 18ാമത്തെ വയസ്സിൽ റസൂല് ഒരു ചെറുപ്പക്കാരനെ സൈന്യാധിപനായി നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞ എത്ര നമ്മുടെ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ കഴിയുമ്പോൾ അവർ ജോലി ചെയ്തോട്ടെ, അല്ലെ, അവരുടെ പഠനങ്ങൾക്കും കാര്യങ്ങൾക്കും തടസ്സം വരാതെ. എന്നാൽ തന്നെ കുറേ വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാവും. ഭാവിയിലെ അപകടങ്ങളെക്കുറിച്ച് അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഭാവിയിൽ എത്രയെത്ര പെൺകുട്ടികളാണ് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എന്നും കേൾക്കണം, അവിഹിതങ്ങളുടെ വശീകരിച്ചെടുത്ത് അപകടപ്പെടുത്തി എത്രയെത്ര പെൺകുട്ടികളുണ്ട്. അതൊക്കെ ക്രൂരമായ കൊലപാതകങ്ങളാണ്, മനസ്സിലായില്ലേ?
അപകടങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ ഓർമ്മപ്പെടുത്തണം. മനസ്സിലായി? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ലിഫ്റ്റ് കിട്ടിയപ്പോൾ അതിൽ തൽക്കാലം ബസ്സുകളൊക്കെ ബ്ലോക്കായപ്പോൾ കയറിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ അനുഭവം പറഞ്ഞ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വായിച്ചു. അവൻ കയറിയിരുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ വാഹനത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചോദിച്ചാൽ വഴിയിൽ വെച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിച്ചു എന്നാണ്. തൽക്കാലം എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ രക്ഷപ്പെടാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതൊക്കെ ചെറുപ്പത്തിൽ കിട്ടുന്ന മനസ്സാണ്. ഇവിടെയും ചതിക്കപ്പെടാവുന്ന സാധ്യതകളെക്കുറിച്ച് നമ്മുടെ മക്കൾ അതൊന്നിലൊന്നു മതി ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നശിച്ചു പോകാൻ, ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോവാൻ ഇത്തരം ചില ദുരന്തങ്ങൾ മാത്രം മതി. അതിനെക്കുറിച്ചൊക്കെ നല്ല ഓർമ്മപ്പെടുത്തൽ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നൽകണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കുത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നാളെ അള്ളാഹു ചോദിക്കുമെന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും വേണം. അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞൊരു ദീനി ക്ലാസ്സിൽ പോലും പിടിച്ചിരുത്താതിരുന്നാൽ തീർച്ചയായും നമ്മളൊക്കെ നാളെ അള്ളാഹുവോട് മറുപടി പറയേണ്ടി വരും. ശരിയായ ദീനി വിദ്യാഭ്യാസം നൽകി നമ്മുടെ കുട്ടികളെ നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ച് നല്ലവരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബന ഹബ്ലനാ മിന സുവാജിന വദുർരിയാത്തിന ഖുർറത അയ്യുൻ. കൺകുളിർമയുള്ള മക്കളെ കിട്ടാൻ പ്രാർത്ഥിക്കാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും ശരിയായി പാലിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും നമ്മുടെ കൂടെ ഉണ്ടാവരേണ്ടവൻ മക്കൾ എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇവിടെയും വേണം നമ്മുടെ കുട്ടികൾ, പരലോകത്തും വേണം. അപ്പോൾ അനന്തമായ അനശ്വരമായ ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം എന്നാണ്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നാളെ പരലോകത്തെത്തുമ്പോഴും ഇതേ മക്കളെയും ഇതേ ഭാര്യമാരെയും ഇതേ ഇണകളെയും കൂടെ തന്നെയാണ് അള്ളാഹു അനശ്വരമായ സന്തോഷകരമായൊരു ജീവിതം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികൾ നല്ലവരായി തീരുക എന്നുള്ളത് ഇവിടുത്തെ ഉപകാരത്തിന് വേണ്ടി മാത്രമല്ല. അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും, അവരെ മക്കളെ ഞാൻ അവരോടൊപ്പം ചേർത്ത് കൊടുക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നാട് വിദേശത്തേക്ക് പോകാൻ പഠിക്കാൻ, അവിടെ എന്ത് കോഴ്സിനാണ് പോണത്, ആ കോഴ്സ് പഠിച്ചു വന്ന നാട്ടിൽ എന്താ ഉണ്ടാവുക എന്ന് ഓർമ്മയില്ല. ജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത ബാധ്യതകളും ലോണുകളും എടുത്തിട്ടാണ് പലപ്പോഴും ഉണ്ടാവുക. അവിടെ പോയാൽ ആ കുട്ടി എങ്ങനെ ജീവിക്കുന്നു എന്നറിയില്ല. എല്ലാവരും പാടെ റൂമെടുത്ത് ഒരു പക്ഷേ എന്തും ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടാൻ വാപ്പൻ്റെ ഇമ്മൻ്റെ യാതൊരു കൺട്രോളും ഇല്ലാതിരിക്കാൻ വേണ്ടി ദൂരെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും കുറവല്ല. എല്ലാറ്റിലും നമുക്കൊരു ശ്രദ്ധയില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്കൊക്കെ എന്ത് ചെയ്യും, പറ്റിപ്പോവും. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഇവിടെയും പരലോകത്തും വരേണ്ടവരാണെന്നുള്ള ബോധത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കളിൽ നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണം റഹ്മാൻ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവിടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാൻ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ നീക്കി കൊടുക്കണം റഹ്മാൻ. അള്ളാഹു നിൻ്റെ ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിച്ച് നിൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ കുടുംബത്തോടൊപ്പം പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ